ഇറാനുമായി സംഘർഷം കത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. 10 ദിവസത്തേക്ക് സൈനിക നടപടികൾ നിർത്തിവെക്കും. കേൾക്കാൻ ശാന്തിയുടെ സൂചന പോലെ തോന്നുന്ന ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ലോക രാഷ്ട്രീയത്തിന്റെ അതീവ സങ്കീർണമായ ഒരു കളിയുടെ ഭാഗമാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം. ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് പങ്കുവച്ച ഈ പ്രഖ്യാപനം ഇറാൻ സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാനുമായി ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ പവർ പ്ലാന്റുകൾക്കും ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ എല്ലാ സൈനിക നടപടികളും 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഈ വിവരം ലോകത്തോട് അറിയിച്ചത്. ഇറാൻ സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ട്രംപിന്റെ വാദം. ഇതനുസരിച്ച് ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണി വരെ ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ചർച്ചകളെ കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന ചില തെറ്റായ വാർത്തകൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ നടക്കുന്ന ചർച്ചകൾ മേഖലയിലെ സംഘർഷങ്ങൾക്കായി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായി അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പ്രത്യാക്രമണമായി ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങളും നടത്തി. മാർച്ച് 22-ന് ഇറാന്റെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ എല്ലാ സൈനിക നടപടികളും 48 മണിക്കൂർ നിർത്തലാക്കാനുള്ള അറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. പിന്നീട് ഇത് 5 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു. ഏപ്രിൽ 6-ന് രാത്രി 8 മണി വരെ ആക്രമണങ്ങളില്ല. ഇതൊരു താൽക്കാലിക നിശബ്ദത മാത്രമാണോ അതോ യുദ്ധത്തിന് വിരാമമിടാനുള്ള ആദ്യ പടിയാണോ എന്നതും സംശയമായി തന്നെ നിലനിൽക്കുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ശരിയായ ദിശയിലായിരുന്നില്ല എന്നതാണ്. കരാറുകളും ചർച്ചകളും അതിനിടയിൽ പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷങ്ങളും ഇതെല്ലാം പതിവാണ്. പ്രത്യേകിച്ച് ട്രംപിന്റെ ഭരണകാലം ഓർക്കുമ്പോൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഒരുപോലെ ഉപയോഗിച്ച നേതാവാണ് അദ്ദേഹം. അത്തരമൊരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ ശാന്തിയുടെ ഇടവേള എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ഇതിൽ മറ്റൊരു പ്രധാന വസ്തുത, ഈ പ്രഖ്യാപനം ഒരു ഔദ്യോഗിക അമേരിക്കൻ പ്രസ്താവനയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു അറിയിപ്പാണ് എന്നതാണ്. അതിനാൽ തന്നെ ഇതൊരു നയപരമായ ഉറച്ച നിലപാടാണോ അതോ ഒരു രാഷ്ട്രീയ നീക്കമോ എന്ന സംശയം ശക്തമാവുകയാണ്. ലോക രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും സന്ദേശങ്ങളെക്കാൾ കൂടുതൽ സിഗ്നലുകൾ നൽകുന്നവയാണ്, ശത്രുക്കൾക്കും കൂട്ടാളികൾക്കും ഒരുപോലെ. ഇറാനുമായി ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന ട്രംപിന്റെ അവകാശവാദം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഈ 10 ദിവസത്തെ ഇടവേള ഒരു നയതന്ത്ര ജാലകമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇത്തരം ഇടവേളകൾ പലപ്പോഴും പുനഃസംഘടനയ്ക്കും തന്ത്രപരമായ പുനഃക്രമീകരണത്തിനുമുള്ള അവസരങ്ങളായി മാറിയിട്ടുണ്ട് എന്നതും ചരിത്രം പറയുന്നുണ്ട്. അതിനാൽ തന്നെ പ്രധാന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ഈ ഇടവേളയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ സമാധാനം സാധ്യമാകുമോ? ട്രംപിന്റെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വിശ്വാസ്യതയുണ്ടാകുമോ? ഇറാൻ ഈ അവസരം ചർച്ചകൾക്ക് ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ ഇത് മറ്റൊരു സംഘർഷ ഘട്ടത്തിനുള്ള മുന്നൊരുക്കമാകുമോ? ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു ഉത്തരമാണ്. ഈ 10 ദിവസങ്ങൾ യുദ്ധത്തിന്റെ ദിശ മാറ്റുമോ, അല്ലെങ്കിൽ ഇത് വെറും ശ്വാസം വീണ്ടെടുക്കാനുള്ള ചെറിയ ഇടവേള മാത്രമായിരിക്കുമോ എന്ന ഉത്തരത്തിന് വേണ്ടി. ഇത് ശാന്തിയുടെ തുടക്കമാണോ അതോ അടുത്ത കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയോ? അതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്.